ഹായ്, ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ? രാജസ്ഥാനിൽ ജോധ്പൂരിനടുത്തൊരു ഫോർട്ടുണ്ട്. ഹായ്, നമസ്കാരം. പഞ്ചാബിലൂടെയുള്ള എൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ അട്ടാരിവാഗ ബോർഡറും ഗോൾഡൻ ടെമ്പിളും അവിടുത്തെ തെരുവുകളും ആ പുരാതന വിശ്രാമ കേന്ദ്രവും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് കേട്ടോ. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയായിട്ട്, അതായത് ക്ലോക്ക് ടവർ മാർക്കറ്റിന് അടുത്തായിട്ട് എനിക്ക് റൂം കിട്ടി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട്, അതായത് മേറാംഗഡ് ഫോർട്ട്. ഇവിടെയാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുമെങ്കിലും അത്ര ചെറുതൊന്നുമല്ല കേട്ടോ ഈ കോട്ട. ഒരു പ്രശ്നം പറ്റി. ഞാൻ ഇങ്ങോട്ട് വന്നത് ശരിക്കുള്ള വഴിയിലൂടെ അല്ലെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ ഈ മേറാംഗഡ് കോട്ടയുടെ അകത്തേക്ക് കയറി വരുന്ന കാഴ്ചകളുണ്ടല്ലോ, എന്താ ഞാൻ പറയാം. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പകരം ഇത്രയും ഉയരത്തിൽ, അതും ഒരു കോൺക്രീറ്റ് ഫില്ലർ പോലും ഇല്ലാതെ എങ്ങനെയായിരിക്കില്ലേ നിർമ്മിച്ചിട്ടുണ്ടാവുക. അതും ആ കാലഘട്ടത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് കേട്ടോ. അതും കഴിഞ്ഞ് ഈ കൂറ്റൻ മതിലുകളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടം സന്ദർശകർ പരമ്പരാഗത രാജസ്ഥാനി സംഗീതം ആസ്വദിക്കുന്നു. സന്ദർശകരെ പിടിച്ചിരുന്ന രീതിയിലാണ് കേട്ടോ അദ്ദേഹം പാടുന്നത്. ഇടയ്ക്ക് അദ്ദേഹം മലയാളത്തിൽ പാടിയതും കേട്ടു. അതും കഴിഞ്ഞ് വീണ്ടും ഈ അത്ഭുതങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഒട്ടനവധി ആളുകൾ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും വിദേശങ്ങളിൽ നിന്നും എല്ലാവരും ആഘോഷത്തിലാണ് കേട്ടോ. അദ്ദേഹം പാടിയ പാട്ടുണ്ടല്ലോ, ആ വാദ്യോപകരണത്തിൻ്റെ ആ ശബ്ദം ഇപ്പം മനസ്സ് മൊത്തം ഈ കാഴ്ചകൾക്കിടയിലൂടെ അത് കടന്നു വരുന്നുണ്ട് കേട്ടോ. ഒരു രാജസ്ഥാനി ഫീല്. ഈ മനോഹരമായ കെട്ടിടത്തിനകത്ത് ഒരുപാട് പലതരത്തിലുള്ള വാളുകൾ, തോക്കുകൾ, ഒരുപാട് ഉപകരണങ്ങൾ, ഞാൻ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള പണ്ട് ഇവിടെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ. എത്ര യുദ്ധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവയായിരിക്കില്ലേ ഇവയോരൊന്നും, അല്ലേ? ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ജോധ്പൂരിൻ്റെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കാണാം കേട്ടോ. ഗംഭീര നിർമ്മിതി തന്നെയാണ് കേട്ടോ. ജോധ്പൂർ നഗരത്തെ മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു ഭീമൻ കോട്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു വലിപ്പം, അതായത് ചെറുതായിട്ട് കാണുമെങ്കിലും അതിൻ്റെ ആ വലിപ്പവും ഗാംഭീര്യവും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് കേട്ടോ ഇത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇന്നും യാതൊരു കേടുപാടുകളും കൂടാതെ ഒരു തലമുറയുടെ മുഴുവൻ പ്രതാപവും പേറി ഇത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ കൂറ്റൻ ചുവരുകൾക്ക് കാവലായി നിന്ന മനുഷ്യരെക്കുറിച്ചും ഇവിടെ നടന്ന ചരിത്രങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു വികാരമാണ് കേട്ടോ. ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും അല്ലേ? ഇത് ഈ കോട്ടയുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ ആക്രമികളെ തുരുതര ഓടിച്ചിരുന്ന അല്ലെങ്കിൽ വിറപ്പിച്ചിരുന്ന ഒരുപാട് പീരങ്കികൾ, അതും പല വലുപ്പത്തിലുള്ള ഈ കോട്ടയുടെ കാവൽക്കാർ ഇപ്പം വെറുമൊരു ദൂരക്കാഴ്ചയായി മാറിയിരിക്കുന്നു. ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ നീല കാഴ്ചകളുണ്ടല്ലോ, അവിടേക്കാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത്, ആ ബ്ലൂ സിറ്റിയിലേക്ക്. ഇങ്ങനെയുള്ള ഈ ഇടുങ്ങിയ വഴിയിലൂടെ പോയാലേ ആ ബ്ലൂ സിറ്റിയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ കഴിയും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇവിടുത്തെ എല്ലാ വീടുകളും ഫുൾ നീലകളാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, അല്ലാത്ത വീടുകളും കാണാൻ കഴിയും. എന്നാൽ നീല കളർ മാത്രമുള്ള സ്ഥലങ്ങളും കാണാം കേട്ടോ. വല്ലാത്തൊരു മൂടാണ് കേട്ടോ ഇതിലൂടെ നടക്കുമ്പോൾ. ഇപ്പം ഞാൻ രാജസ്ഥാനിലെ ജയ്സൽമറിലാണ് കേട്ടോ. ഈ സ്വർണ്ണ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കാം ഒരു സ്ഥലത്തേക്ക്. എന്ത് ഭംഗിയാണെന്നറിയോ ഈ നഗരത്തിന്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണ്ണ കളറുള്ള കെട്ടിടങ്ങളുടെ നടുവിലൂടെ നടക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഹവേലികളുണ്ട് കേട്ടോ. ഹവേലി എന്ന് പറഞ്ഞാൽ കൊട്ടാരം പോലത്തെ വീട്, അതും മനോഹരമായ കൊത്തുപണികളോട് കൂടിയ. അതിൽ പ്രധാനപ്പെട്ട 3 എണ്ണം ഉണ്ട്. അതായത് ഈ ഫോർട്ടിന് അടുത്തായിട്ട്, 1 നത്മൽജി കി ഹവേലി, 2 പട്വോങ് കി ഹവേലി, 3 സലീം സിംഗ് കി ഹവേലി. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴിയുടെ ഇരുവശത്തും ഒരുപാട് കച്ചവടക്കാർ, ഓരോ ഉൽപ്പന്നങ്ങൾ, ലെതർ ഐറ്റംസ് ഉണ്ട്,
അതും നല്ല ഒറിജിനൽ ക്വാളിറ്റിയുള്ള. ഈ വഴിയിലൂടെയുള്ള നടത്തവും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഈ കല്ലൊന്നും വരുന്നില്ലല്ലേ, പക്ഷെ പെയിൻ്റൊന്നും അടിക്കണ്ട കേട്ടോ. ഈ മഞ്ഞ കളറായതുകൊണ്ട് നല്ല ഭംഗിയാണ്. എല്ലാ വീടുകളും കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് മരത്തിലായാലും കല്ലിലായാലും. എനിക്കിവിടെ അത്ഭുതമായി തോന്നിയത് എന്താണെന്നറിയും, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ മഞ്ഞ മണൽക്കല്ലും അതിലെ ഈ കൊത്തുപണികളും എന്ത് ഭംഗിയാണെന്നറിയും. നല്ല തുണിത്തരങ്ങൾ. അവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗാഡിസർ ലേക്ക്. ഇങ്ങനെ വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരം ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണല്ലേ. പക്ഷേ ഇപ്പം വെള്ളമുണ്ട് കേട്ടോ. ഈ ലേക്കിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം. ഇപ്പോൾ അത് മനസ്സിലാവില്ല, അത് രാവിലെയോ വൈകുന്നേരമോ ചിലപ്പോൾ കാണാൻ കഴിയും. അതായത് ഈ ആകാശത്ത് കാണുന്ന നമ്മളെ ഈ നിറവ്യത്യാസങ്ങളിലെ ആകാശത്തുള്ള. അപ്പം ഈ ലേക്കിന് കുറച്ചുകൂടി സൗന്ദര്യം കൂടും. എനിക്ക് നാളെ ഇവിടെ വരണം, ഒരു ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ജയ്സൽമർ കോട്ടയുടെ മുൻവശത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതിനകത്തേക്ക് കയറാനുള്ള തയ്യാറെടുപ്പോടെ ഒരുപാട് കച്ചവടക്കാരും ഹോട്ടലുകളും സുവനീർ കടകളും തുണിക്കടകളും അങ്ങനെയെല്ലാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.